എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. വാർസോ 1933. നിത്യവ്രത വാഗ്ദാനത്തിന് മുമ്പുള്ള പരിശീലന കാലം. നിത്യവ്രത വാഗ്ദാനത്തിന് ഒരുക്കമായുള്ള പരിശീലനത്തിന് പോകണമെന്നറിഞ്ഞപ്പോൾ അതുവഴി ലഭിക്കുന്ന വലിയ കൃപകൾ ഓർത്ത് ഞാൻ വളരെ സന്തോഷിച്ചു. ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പോയി ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞു. അപ്പോൾ എൻ്റെ അന്തരാത്മാവിൽ ഞാൻ ഈ ശബ്ദം കേട്ടു: എൻ്റെ കുഞ്ഞേ, നീ എൻ്റെ ആനന്ദമാകുന്നു. നീ എൻ്റെ ഹൃദയത്തിൻ്റെ സ്വാന്തനമാണ്. നിനക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത്ര കൃപകൾ ഞാൻ നിനക്ക് തരുന്നു. എന്നെ സന്തോഷിപ്പിക്കണമെന്ന് നീ ആഗ്രഹിക്കുമ്പോഴെല്ലാം എൻ്റെ അതിശക്തവും അത്യഗാധവുമായ കരുണയെപ്പറ്റി ലോകത്തോട് പറയുക. പരിശീലനത്തെപ്പറ്റി അറിയുന്നതിന് കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ഞാനൊരു നിമിഷത്തേക്ക് ചാപ്പലിൽ കയറിയപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു: ഇപ്പോൾ മഠാധികാരികൾ ഏതെല്ലാം സിസ്റ്റേഴ്സ് നിത്യവ്രത വാഗ്ദാനം സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുകയാണ്. എല്ലാവർക്കും ആ കൃപ ലഭിക്കുകയില്ല. അവരുടെ തന്നെ കുറ്റം കൊണ്ടാണത്. ചെറിയ കൃപകളെ ശരിയായി പ്രയോജനപ്പെടുത്താത്തവർക്ക് വലിയ കൃപകൾ സ്വീകരിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ എൻ്റെ കുഞ്ഞേ, നിനക്ക് ഈ കൃപ നൽകപ്പെട്ടിരിക്കുന്നു. എൻ്റെ ആത്മാവ് സന്തോഷം കൊണ്ട് അത്ഭുത പരതന്ത്രയായി. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സിസ്റ്റേഴ്സിൽ ഒരാൾ എന്നോട് പറഞ്ഞു: സിസ്റ്റർ, നീ പരിശീലനത്തിന് പോകാൻ സാധ്യതയില്ല. നിനക്ക് വ്രതവാഗ്ദാന സ്വീകരണത്തിനുള്ള അനുവാദം ലഭിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. ആ സഹോദരിയോട് ഞാനൊന്നും പറഞ്ഞില്ല. എനിക്ക് അനുഭവപ്പെട്ട വലിയ വേദന എനിക്ക് പറ്റുന്ന വിധത്തിൽ ഞാൻ മറയ്ക്കാൻ ശ്രമിച്ചു. ഓ ഈശോയെ, അവിടുത്തെ മാർഗങ്ങൾ എത്ര വിചിത്രം! സ്വയമേ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. എന്തെന്നാൽ ഈശോ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ പരിശീലനത്തിന് പോകുക തന്നെ ചെയ്തു. പരീക്ഷണങ്ങളുടെയും വേദനകളുടെയും നിമിഷങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വെളിച്ചവും ആത്മീയ ശക്തിയും ഞാൻ പ്രാർത്ഥനയിലൂടെ ആർജിച്ചു. ഇപ്രകാരമുള്ള സംഭവങ്ങൾ ഒരു മഠത്തിൽ സംഭവിക്കുക എന്നത് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. വിചിത്രമെന്ന് പറയട്ടെ, ദൈവം ചിലപ്പോൾ ഇതെല്ലാം അനുവദിക്കുന്നു. ആത്മാവിൽ പുണ്യം വെളിപ്പെടാനും പരിപുഷ്ടി പ്രാപിക്കാനും വേണ്ടിയാണിത്. പരീക്ഷണങ്ങളുടെ കാരണം അതാണ്. ഇന്ന് നവംബർ 1932. എൻ്റെ മൂന്നാമത്തെ പരിശീലന ഘട്ടത്തിനായി വാർസോയിലെത്തി. മദർമാരുമായുള്ള സ്നേഹ സംഭാഷണത്തിന് ശേഷം ഒരു നിമിഷത്തേക്ക് ഞാൻ ചാപ്പലിൽ പ്രവേശിച്ചു. പെട്ടെന്ന് ദൈവ സാന്നിധ്യം എന്നിൽ വന്നു നിറഞ്ഞു. ഞാൻ ഈ വാക്കുകൾ ശ്രവിച്ചു: എൻ്റെ മകളെ, നിൻ്റെ ഹൃദയം എൻ്റെ കരുണാർദ്രമായ ഹൃദയത്തിന് അനുരൂപപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ എൻ്റെ കരുണയിൽ പൂർണ്ണമായും നിമഗ്നയാകണം. പ്രിയ മദർ ഡയറക്ടസ് മാർഗരറ്റ്. ഞാൻ ആ വർഷം ധ്യാനത്തിൽ സംബന്ധിച്ചിരുന്നോ എന്ന് എന്നോട് ചോദിച്ചു. ഇല്ല എന്ന് ഞാൻ മറുപടി നൽകി. എന്നാൽ നീ ആദ്യമായി 3 ദിവസത്തിൽ കുറയാതെയുള്ള ഒരു ധ്യാനത്തിൽ സംബന്ധിക്കണം. ദൈവകൃപയാൽ 8 ദിവസത്തെ ഒരു ധ്യാനം വലൻസൂഫിൽ അപ്പോൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ സംബന്ധിക്കുന്നതിന് ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ അതിൽ സംബന്ധിക്കുന്നതിന് പല തടസ്സങ്ങളും ഉണ്ടായി. പ്രത്യേകിച്ച് ഒരാൾ ഇതിനെ ശക്തമായി എതിർത്തു. ഞാൻ പോകണ്ട എന്ന തീരുമാനം വരെ എത്തി. അത്താഴത്തിനു ശേഷം ഞാൻ 5 മിനിറ്റ് ആരാധനയ്ക്കായി കപ്പേളയിൽ പ്രവേശിച്ചു. പെട്ടെന്ന് ഈശോനാഥനെ കണ്ടു. അവിടുന്ന് എന്നോട് പറഞ്ഞു: എൻ്റെ മകളെ, നാളെ ആരംഭിക്കുന്ന ധ്യാനത്തിൽ നിനക്ക് നൽകാൻ ഞാൻ വളരെ കൃപകൾ ഒരുക്കി വച്ചിട്ടുണ്ട്. ഞാൻ മറുപടി പറഞ്ഞു: ഈശോയെ, ധ്യാനം തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ പോകണ്ട എന്നതാണ് തീരുമാനം. അവിടുന്ന് പറഞ്ഞു: അതിന് പോകാൻ തയ്യാറായിക്കൊള്ളുക. നാളെ നീ ധ്യാനം ആരംഭിക്കും. നിന്റെ സുപ്പീരിയേഴ്സുമായി ഞാൻ നിന്റെ യാത്രയ്ക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. പെട്ടെന്ന് ഈശോ അപ്രത്യക്ഷനായി. ഇതെങ്ങനെ സംഭവിക്കുമെന്നോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു. എന്നാൽ ഉടനെ തന്നെ അപ്രകാരമുള്ള ചിന്തകൾ തള്ളിക്കളഞ്ഞ് പ്രാർത്ഥനയിൽ മുഴുകി. ദുരിതാവസ്ഥയിൽ കഴിയുന്ന എന്നെ മനസ്സിലാക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിനായി യാചിച്ചു. കുറച്ച് സമയത്തിന് ശേഷം എൻ്റെ ചുമതലകൾ നിറവേറ്റാനായി ഞാൻ ആ ചാപ്പലിൽ നിന്ന് പുറത്തു വന്നു. ഉടനെ മദർ ജനറൽ എന്നെ വിളിച്ചു പറഞ്ഞു: സിസ്റ്റർ, ഇന്ന് തന്നെ മദർ വലേറിയയുടെ കൂടെ വലൻസൂഫിൽ പോയി നാളെ ധ്യാനം ആരംഭിക്കണം. ഭാഗ്യം കൊണ്ട് മദർ വലേറിയ അവിടെ ഉണ്ടാകാനിടയായി. നിങ്ങൾക്ക് ഒരുമിച്ച് പോകാം. 2 മണിക്കൂറിനകം ഞാൻ വലൻസൂഫിലെത്തി. ഈശോയ്ക്ക് മാത്രമേ ഇപ്രകാരം കാര്യങ്ങൾ ക്രമീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. ഈ ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കുന്നതിന് ശക്തമായി എതിർത്ത ആൾ എന്നെ കണ്ടപ്പോൾ അതൃപ്തിയും വിസ്മയവും പ്രദർശിപ്പിച്ചു. എന്നാൽ അത് കണക്കാക്കാതെ ഞാൻ അവളെ സ്നേഹപൂർവ്വം അഭിവാദനം ചെയ്തുകൊണ്ട് കർത്താവിനെ സന്ദർശിക്കാൻ പോയി.
ഈ ധ്യാനത്തിൽ എപ്രകാരം സംബന്ധിക്കണമെന്ന് ഞാൻ കർത്താവിനോട് ആലോചന ചോദിച്ചു. ധ്യാനത്തിന് മുമ്പ് ഈശോനാഥനുമായുള്ള എൻ്റെ സംഭാഷണം ഈ ധ്യാനത്തിന് മുമ്പുണ്ടായിട്ടുള്ള ധ്യാനങ്ങളിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ടാകുമെന്ന് ഈശോ എന്നോട് പറഞ്ഞു. ഞാനും നീയുമായുള്ള സമ്പർക്കത്തിൽ ആഴമായ സമാധാനം സ്ഥാപിക്കാൻ നീ പരിശ്രമിക്കണം. ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ സംശയങ്ങളും ഞാൻ മാറ്റിത്തരും. ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നീ സമാധാനം അനുഭവിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ ഞാൻ സംസാരം നിർത്തുമ്പോൾ തന്നെ നിനക്ക് സംശയങ്ങൾ ജനിക്കാൻ തുടങ്ങും. നിന്റെ ആത്മാവിനെ ഞാൻ ദൃഢതയുള്ളതാക്കി തരുമെന്ന് നീ അറിയുക. നീ അസ്വസ്ഥപ്പെടാൻ ആഗ്രഹിച്ചാൽ പോലും നിനക്കത് സാധ്യമായിരിക്കില്ല. നിന്നോട് സംസാരിക്കുന്നത് ഞാനാണെന്നുള്ള ഉറപ്പിന് ഒരടയാളം തരുന്നു. ധ്യാനത്തിൻ്റെ 2-ാം ദിവസം ധ്യാനം പ്രസംഗിക്കുന്ന വൈദികൻ്റെ സമീപം നീ കുമ്പസാരത്തിനായി പോകും. ചർച്ചാ സമ്മേളനം കഴിഞ്ഞ ഉടനെ നീ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് എന്നെ സംബന്ധിച്ച് നിനക്കുള്ള എല്ലാ സംശയങ്ങളും പറയും. അദ്ദേഹത്തിൻ്റെ അധരങ്ങളിലൂടെ ഞാൻ നിന്നോട് സംസാരിക്കും. അപ്പോൾ നിന്റെ ഭയം മാറും. ധ്യാന സമയത്ത് നിന്റെ ചുറ്റും ഒന്നും സ്ഥിതി ചെയ്യുന്നില്ല എന്ന തരത്തിൽ വളരെ കർശനമായ നിശബ്ദത പാലിക്കുക. എന്നോടും നിന്റെ കുമ്പസാരക്കാരനോടും മാത്രം സംസാരിക്കുക. പ്രായശ്ചിത്ത പ്രവൃത്തികൾക്കായി മാത്രം അധികാരികളോടും നിനക്ക് സംസാരിക്കാം. കർത്താവ് എന്നോട് കാണിക്കുന്ന ദയ മൂലവും എനിക്ക് വേണ്ടി ഇത്ര എളിമപ്പെടുന്നത് മൂലവും ഞാൻ വളരെ സന്തോഷവതിയായി. ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം എല്ലാവർക്കും മുമ്പേ ചാപ്പലിലെത്താൻ ഞാൻ പരിശ്രമിച്ചു. ധ്യാനത്തിന് മുമ്പ് പരിശുദ്ധാത്മാവിനോടും മാതാവിനോടും പ്രാർത്ഥിക്കാൻ അല്പസമയം ലഭിച്ചു. ഈ ഉൾപ്രേരണകളോട് വിശ്വസ്തത പാലിക്കാനും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവ തിരുമനസ് വിശ്വസ്തയോടെ അനുവർത്തിക്കാനുമുള്ള കൃപ ലഭിക്കാൻ പരിശുദ്ധ അമ്മയോട് ഞാൻ കേണപേക്ഷിച്ചു. പ്രത്യേകമായ ധൈര്യത്തോടെയാണ് ഞാൻ ഈ ധ്യാനം ആരംഭിച്ചത്. മൗനം പാലിക്കാനുണ്ടായ യത്നം. പതിവ് പോലെ പല മഠങ്ങളിൽ നിന്ന് സിസ്റ്റേഴ്സ് ധ്യാനത്തിന് വന്നിരുന്നു. വളരെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയ ഒരു സിസ്റ്റർ എൻ്റെ മുറിയിൽ വന്ന് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവൾക്ക് മറുപടി നൽകിയില്ല. നിശബ്ദത ലംഘിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, സിസ്റ്റർ, നീ ഇപ്രകാരം ഒരു ഉന്മാദക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവൾ മടങ്ങിപ്പോയി. അവൾക്ക് സ്വാർത്ഥമായ താല്പര്യമല്ലാതെ മറ്റൊരു കാര്യവും ഉണ്ടായിരുന്നില്ലെന്ന് എനിക്ക് നല്ല നിശ്ചയമായിരുന്നു. ഓ ദൈവമേ, എന്നെ വിശ്വസ്തതയിൽ കാത്തു സംരക്ഷിക്കണമേ. ധ്യാനം പ്രസംഗിച്ച വൈദികൻ അമേരിക്കയിൽ നിന്ന് വന്ന ആളായിരുന്നു. കുറച്ച് നാളത്തേക്ക് മാത്രമാണ് അദ്ദേഹം പോളണ്ടിലുള്ളത്. ആ സമയത്ത് ഈ ധ്യാനം എടുക്കാനിടയായി. അദ്ദേഹം വളരെ ആധ്യാത്മികത തോന്നിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആത്മീയ വളർച്ച അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ പ്രകടമായിരുന്നു. തപശ്ചര്യയും സ്മൃതി ധ്യാനവും അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണമായിരുന്നു. ഈ വലിയ സുഹൃത്തുക്കളൊക്കെയും ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ലഭിച്ചിരുന്ന കൃപകളെക്കുറിച്ച് അദ്ദേഹത്തോട് തുറന്ന് സംസാരിക്കാൻ എനിക്ക് വിമുഖത അനുഭവപ്പെട്ടു. പാപങ്ങളെ സംബന്ധിച്ച് അതെപ്പോഴും എളുപ്പമാണ്. എന്നാൽ കൃപകളെ സംബന്ധിച്ച് സംസാരിക്കാൻ വളരെ പ്രയത്നം വേണ്ടിയിരുന്നു. എന്നാലും ഞാൻ എല്ലാം പറഞ്ഞിരുന്നില്ല. ധ്യാന സമയത്തുണ്ടായ സാത്താൻ്റെ പ്രലോഭനം ആ വൈദികൻ എന്നെ മനസ്സിലാക്കുകയില്ല എന്ന ഒരു പ്രത്യേകമായ ഭയവും, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടുകയില്ല എന്ന ചിന്തയും എനിക്കുണ്ടായി. എങ്ങനെ ഞാൻ ഇതെല്ലാം അദ്ദേഹത്തോട് പറയും? ഫാദർ ബുക്കോവ്സ്കി ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. എന്നാൽ ഞാൻ ആദ്യമായി കാണുന്ന ഈ ഈശോ സഭക്കാരനോട് ധ്യാന സമയത്ത് ദൈവം തരുന്ന വെളിപ്പെടുത്തലുകൾ കുറിച്ചു വച്ച് അതിൻ്റെ ഒരു ചെറിയ വിവരണം ഫാദർ ബുക്കോവ്സ്കിക്ക് കൊടുക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ഉപദേശം പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നു. എൻ്റെ ദൈവമേ, 1.5 ദിവസം നന്നായി കടന്നുപോയി. ഇപ്പോൾ ജീവമരണ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. അരമണിക്കൂറിനുള്ളിൽ സമ്മേളനം തുടങ്ങും. അത് കഴിഞ്ഞ് ഞാൻ കുമ്പസാരത്തിനായി പോകണം. സാത്താൻ ഇങ്ങനെയൊരു ചിന്ത എൻ്റെ മനസ്സിൽ കൊണ്ടുവന്നു. എൻ്റെ അധികാരികൾ എൻ്റെ ആന്തരിക പ്രേരണകൾ മായാദർശനങ്ങളാണെന്ന് എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തിന് ഇതേപ്പറ്റി വീണ്ടും ചോദിച്ച് കുമ്പസാരക്കാരനെ ശല്യപ്പെടുത്തണം? കർത്താവ് ഈശോ നിന്നെപ്പോലെ നിർകൃഷ്ടയായ ആത്മാക്കളുമായി സമ്പർക്കപ്പെടുകയില്ലെന്ന് മദർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കുമ്പസാരക്കാരനും അത് തന്നെ നിന്നോട് പറയും. അദ്ദേഹത്തോട് ഇതെല്ലാം എന്തിനു പറയണം? ഇതൊന്നും പാപമല്ല. ഈശോനാഥനുമായുള്ള ഈ സല്ലാപങ്ങളെല്ലാം തീർത്തും ദിവാസ്വപ്നങ്ങളും ഹിസ്റ്റീരിയകളുമാണെന്ന് മദർ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ എന്തിനിത് നീ കുമ്പസാരക്കാരനോട് പറയണം? ഇതെല്ലാം ഒരു മായാദർശനമായി കരുതി ഒഴിവാക്കി കളയുന്നതല്ലേ നല്ലത്? നോക്കുക, ഇതുമൂലം നീ എത്രമാത്രം എളിമപ്പെടേണ്ടി വന്നു. ഇനി എന്തുമാത്രം എളിമപ്പെടുത്തലുകൾ നിന്നെ കാത്തിരിക്കുന്നു. നിനക്ക് ചിത്രഭ്രമമാണെന്ന് എല്ലാ സിസ്റ്റേഴ്സിനും അറിയാം. ഞാൻ എൻ്റെ ആത്മാവിൻ്റെ സർവ്വശക്തിയോടും കൂടി
ഈശോയെ എന്ന് വിളിച്ചുപോയി. ആ സമയത്ത് ആ വൈദികൻ കടന്നു വന്നു. സമ്മേളനം ആരംഭിച്ചു. അദ്ദേഹം വളരെ ധൃതിയിലായിരിക്കുന്നത് പോലെ കുറച്ചു സമയത്തേക്ക് മാത്രം സംസാരിച്ചു. സമ്മേളനത്തിന് ശേഷം അദ്ദേഹം കുമ്പസാരക്കൂട്ടിലേക്ക് പോയി. മറ്റു സിസ്റ്റേഴ്സ് ആരും അങ്ങോട്ട് പോകുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ചാടി എണീറ്റ് ഒരു നിമിഷത്തിനകം കുമ്പസാരക്കൂട്ടിലെത്തി. ചിന്തിക്കാൻ എനിക്ക് സമയം ലഭിച്ചില്ല. ഈശോയുമായുള്ള എൻ്റെ ഇടപാടുകളെ സംബന്ധിച്ചുള്ള സംശയങ്ങളെപ്പറ്റി പറയുന്നതിന് പകരം മുമ്പ് വിവരിച്ച പ്രലോഭനങ്ങളെപ്പറ്റി സംസാരിച്ചു തുടങ്ങി. ആ കുമ്പസാരക്കാരനുടനെ തന്നെ എൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, സിസ്റ്റർ, കർത്താവ് ഈശോ നിന്നോട് ദയാപൂർവം പെരുമാറുന്നത് കൊണ്ടാണ് നീ അവിടുത്തെ അവിശ്വസിക്കുന്നത്. സിസ്റ്റർ, പൂർണ്ണമായും സമാധാനമായിരിക്കുക. ഈശോ നിന്റെ ഗുരുവാണ്. അവിടുന്നുമായുള്ള സംസർഗം ദിവാസ്വപ്നങ്ങളോ ദർശനങ്ങളോ ചിത്തഭ്രമമോ അല്ല. നീ ശരിയായ മാർഗത്തിലാണെന്ന് മനസ്സിലാക്കുക. ഈ കൃപകളോട് വിശ്വസ്തത പുലർത്താൻ ശ്രമിക്കുക. അവയിൽ നിന്ന് ഓടിയൊളിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ഈ ആത്മീയ കൃപകളെക്കുറിച്ച് നിന്റെ അധികാരികളോട് പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ കർത്താവ് ഈശോ തന്നെ വ്യക്തമായി അത് ആവശ്യപ്പെടണം. എന്നാലും നീ നിന്റെ കുമ്പസാരക്കാരൻ്റെ ഉപദേശം ആരായണം. ബാഹ്യമായത് എന്തെങ്കിലും കർത്താവ് ഈശോ ആവശ്യപ്പെടുന്നെങ്കിൽ നിന്റെ കുമ്പസാരക്കാരനോട് ആലോചിച്ച ശേഷം അവിടുന്ന് ആവശ്യപ്പെടുന്നത് എത്ര ത്യാഗം സഹിച്ചും നീ നിറവേറ്റണം. എല്ലാ കാര്യങ്ങളും കുമ്പസാരക്കാരനോട് തുറന്നു പറയണം. സിസ്റ്റർ, നിനക്ക് സ്വീകരിക്കാൻ മറ്റൊരു വഴിയില്ല. ഒരു ആത്മീയ നീന്താവിന് ലഭിക്കാൻ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ കർത്താവിൻ്റെ വലിയ കൃപകൾ നീ നഷ്ടപ്പെടുത്തി കളയും. ഞാൻ വീണ്ടും പറയുന്നു, സമാധാനമായിരിക്കുക. നീ ശരിയായ പാതയിലാണ് സഞ്ചരിക്കുന്നത്. മറ്റൊന്നിനും ചെവി കൊടുക്കണ്ട. മറ്റുള്ളവർ നിന്നെപ്പറ്റി പറയുന്നത് പരിഗണിക്കാതെ കർത്താവിനോട് എപ്പോഴും വിശ്വസ്തത പുലർത്തുക. ഇപ്രകാരം ദുരിതപ്പെട്ട ആത്മാക്കളുമായാണ് ഈശോനാഥൻ ഉറ്റബന്ധം പുലർത്തുന്നത്. നീ എത്രമാത്രം എളിമപ്പെടുന്നുവോ അത്രമാത്രം ഈശോനാഥൻ നിന്നോട് ഐക്യപ്പെടും. കുമ്പസാരക്കൂട് വിട്ടുപോരുമ്പോൾ അവർണ്ണനീയമായ ആനന്ദത്താൽ ഞാൻ നിറഞ്ഞു. മറ്റു സിസ്റ്റേഴ്സ് കാണാതെ ദൈവവുമായി സ്നേഹസല്ലാപത്തിൽ ഏർപ്പെടാൻ ഞാൻ ഉദ്യാനത്തിലെ ഒരൊഴിഞ്ഞ സ്ഥലത്തേക്ക് പിൻവലിഞ്ഞു. ദൈവ സാന്നിധ്യം എന്നിൽ നിറഞ്ഞു. ഒരു നിമിഷം കൊണ്ട് എൻ്റെ ഇല്ലായ്മകൾ ദൈവത്തിൽ ലയിച്ചുപോയി. ആ നിമിഷം തന്നെ എന്നിൽ വസിക്കുന്ന 3 ദൈവീക വ്യക്തികളുടെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു, അഥവാ തിരിച്ചറിഞ്ഞു. എൻ്റെ ആത്മാവിന് വലിയ സമാധാനം ലഭിച്ചു. എനിക്ക് ഇത്രമാത്രം സംശയം ഉളവായതിൽ ഞാൻ വിസ്മയിച്ചു. പ്രതിജ്ഞ: എത്ര വില കൊടുത്തും എൻ്റെ ഉൾപ്രേരണകളോട് വിശ്വസ്തത പുലർത്തും. കുമ്പസാരക്കാരനോട് ആലോചിക്കാതെ ഞാൻ സ്വന്തമായി ഒന്നും ചെയ്യുകയില്ല. വ്രതനവീകരണം: രാവിലെ ഉണർന്നപ്പോൾ മുതൽ എൻ്റെ ആത്മാവ് ദൈവസ്നേഹക്കടലിൽ പൂർണ്ണമായും ആഴ്ത്തപ്പെട്ട അവസ്ഥയിലായിരുന്നു. ദൈവത്തിൽ ഞാൻ പൂർണ്ണമായും ലയിച്ചു പോയ അനുഭൂതി. വിശുദ്ധ കുർബാനയുടെ സമയത്ത് അവിടുത്തോടുള്ള എൻ്റെ സ്നേഹം പരമകാഷ്ഠയിലെത്തി. വ്രതനവീകരണത്തിനും കുർബാന സ്വീകരണത്തിനും ശേഷം പെട്ടെന്ന് ഞാൻ ഈശോനാഥനെ കണ്ടു. അവിടുന്ന് വലിയ അലിവോടെ എന്നോട് പറഞ്ഞു, എൻ്റെ മകളെ, എൻ്റെ കരുണാർദ്രമായ ഹൃദയം കാണുക. ഞാൻ അവിടുത്തെ തിരുഹൃദയം വീക്ഷിച്ചപ്പോൾ രക്തവും വെള്ളവുമായി ചിത്രത്തിൽ വരച്ചിരിക്കുന്നത് പോലെയുള്ള പ്രകാശരശ്മികൾ അതിൽ നിന്ന് പുറപ്പെട്ടു. കർത്താവിൻ്റെ കരുണ എത്ര വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരുണ്യത്തോടെ ഈശോ വീണ്ടും എന്നോട് പറഞ്ഞു, എൻ്റെ മകളെ, എൻ്റെ അഗ്രാഹ്യമായ കരുണയെപ്പറ്റി വൈദികരോട് പറയുക. കരുണയുടെ ജ്വാലകൾ എന്നെ ചുട്ടുപൊള്ളിക്കുന്നു. വ്യയം ചെയ്യാൻ അത് ആർത്തു വിളിക്കുന്നു. ആത്മാക്കളിലേക്ക് അത് ചൊരിയുവാൻ ഞാൻ അഭിലഷിക്കുന്നു. എൻ്റെ നന്മയിൽ വിശ്വസിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. പെട്ടെന്ന് ഈശോ അപ്രത്യക്ഷനായി. എന്നാൽ ഒരു ധ്യാനം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബഹളങ്ങൾക്കിടയിലും അന്ന് മുഴുവനും എൻ്റെ ആത്മാവ് യഥാർത്ഥമായ ദൈവസാന്നിധ്യത്തിൽ നിമഗ്നമായിരുന്നു. ഒന്നും എന്നെ അസ്വസ്ഥപ്പെടുത്താൻ പര്യാപ്തമായിരുന്നില്ല. എൻ്റെ ആത്മാവ് ദൈവത്തിലായിരുന്നു. പുറമേ എല്ലാ സംഭാഷണത്തിലും ഞാൻ പങ്കുകൊണ്ടു. ഡയർഡെ സന്ദർശിക്കാൻ പോകുകയും ചെയ്തു. ഇന്ന് 3ാമത്തെ പരിശീലന കാലം ആരംഭിക്കുകയാണ്. നോഷറ്റിൽ മറ്റു സിസ്റ്റേഴ്സ് അവരുടെ പരിശീലനത്തിലായിരുന്നതിനാൽ ഞങ്ങൾ 3 പേരും മദർ മാർഗ്രറ്റിൻ്റെ അടുത്തെത്തി. മദർ മാർഗ്രറ്റ് ഒരു പ്രാർത്ഥനയോടെ ആരംഭിച്ചു. 3ാമത്തെ പരിശീലനം എങ്ങനെയായിരിക്കുമെന്ന് വിവരിച്ചു തന്നു. നിത്യവ്രത വാഗ്ദാനം എന്ന കൃപയുടെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ എല്ലാ കൃപകളും കൺമുന്നിൽ ഞാൻ കണ്ടു. ദൈവസന്നിധിയിൽ ഞാൻ എത്രമാത്രം നികൃഷ്ടയും നന്ദിഹീനയുമാണെന്ന് മനസ്സിലാക്കി. ഉടൻ ഞാൻ ഉച്ചത്തിൽ കരയുവാൻ തുടങ്ങി. മറ്റു സിസ്റ്റേഴ്സ് എന്നെ ഇങ്ങനെ ആക്ഷേപിച്ചു, എന്തിനാണ് അവൾ പൊട്ടിക്കരഞ്ഞത്? എന്നാൽ
ഇതത്ര കാര്യമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മദർ മാർഗരറ്റ് എൻ്റെ സഹായത്തിനെത്തി. ആ മണിക്കൂറിൻ്റെ അവസാനം ഞാൻ ദിവ്യകാരുണ്യ സന്നിധിയിലണഞ്ഞ് ഏറ്റവും വലിയ നിർകൃഷ്ടയും ദുരിതപ്പെട്ടവളുമായ എൻ്റെ ആത്മാവിനെ അവിടുത്തെ കരുണയാൽ സൗഖ്യപ്പെടുത്തി വിശുദ്ധീകരിക്കണമേ എന്ന് യാചിച്ചു. അപ്പോൾ ഞാൻ ഈ വാക്കുകൾ ശ്രവിച്ചു: എൻ്റെ മകളെ, അലറി വിഴുങ്ങുന്ന അഗ്നിയിലേക്ക് എറിയപ്പെടുന്ന ചുള്ളിക്കമ്പുകൾ പോലെ എൻ്റെ സ്നേഹാഗ്നിയിൽ നിന്റെ ദുരിതങ്ങൾ എരിഞ്ഞു പോകും. ഇപ്രകാരം എളിമപ്പെടുന്നത് വഴി നീ നിനക്കും മറ്റാത്മാക്കൾക്കും എൻ്റെ കരുണയുടെ ഒരു കടൽ തന്നെ ഒഴുക്കുന്നു. ഞാൻ പറഞ്ഞു: ഈശോയെ, എൻ്റെ എളിയ ഹൃദയത്തെ അവിടുത്തെ ദൈവീക ഇഷ്ടപ്രകാരം രൂപപ്പെടുത്തണമേ. മൂന്നാമത്തെ പരിശീലനകാലം മുഴുവൻ വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തെ സിസ്റ്ററിനെ സഹായിക്കുവാനായിരുന്നു എൻ്റെ ചുമതല. ഈ ചുമതല വഴി സുഹൃത്തുക്കൾ പരിശീലിക്കുവാൻ പല അവസരങ്ങളും എനിക്ക് ലഭിച്ചു. ചിലപ്പോൾ ചില സിസ്റ്റേഴ്സിന് 3 പ്രാവശ്യമെങ്കിലും തുണികൾ കൊണ്ടു കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ട്. എങ്കിലും അവരെ തൃപ്തരാക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ചില സിസ്റ്റേഴ്സിൻ്റെ വലിയ സുഹൃത്തുക്കളെയും ഞാൻ മനസ്സിലാക്കി. അവർ ഏറ്റവും മോശമായ വസ്ത്രങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അവരുടെ പരിത്യാഗത്തിൻ്റെയും എളിമയുടെയും അരൂപി മനസ്സിലാക്കി അവരോട് ബഹുമാനം തോന്നിയിരുന്നു. നോമ്പുകാലത്ത് ദൈവത്തോട് തീവ്രമായ അഭിലാഷം എന്നിൽ ഉണർന്നു. എൻ്റെ ആത്മാവ് പൂർണ്ണ ശക്തിയോടെ ദൈവത്തിലേക്ക് സമന്വയിക്കപ്പെട്ടു. ആ സമയം അവിടുത്തെ ഗുണവിശേഷങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരുവാൻ തിരുമനസ്സായി. ആദ്യമായി എനിക്ക് മനസ്സിലാക്കി തന്ന സ്വഭാവ ഗുണം അവിടുത്തെ പരിശുദ്ധിയായിരുന്നു. അവിടുത്തെ പരിശുദ്ധിയുടെ മുമ്പിൽ ബലവാന്മാരും താത്വികരുമായ മാലാഹവൃന്ദം വിറകൊണ്ടിരുന്നു. പരിശുദ്ധാരൂപികൾ തങ്ങളുടെ മുഖം മറച്ച് നിത്യമായി ആരാധിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധൻ എന്ന ഒരേ വചനം ആവർത്തിച്ചുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന അർപ്പിച്ചിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധി സഭയിലും സഭയിലെ ജീവനുള്ള ഓരോ ആത്മാവിലും പല അനുപാതത്തിൽ വർഷിച്ചു കൊണ്ടിരുന്നു. ദൈവവുമായി പൂർണ്ണ ഐക്യത്തിലായിരിക്കുന്ന ആത്മാക്കളും അതുപോലെ കഷ്ടി ജീവൻ തുടിക്കുന്ന ആത്മാക്കളുമുണ്ട്. അവിടുത്തെ നീതിയെപ്പറ്റിയുള്ള അറിവാണ് ദൈവം രണ്ടാമതായി എനിക്ക് പ്രദാനം ചെയ്തത്. അവിടുത്തെ നീതി മഹാശ്രേഷ്ഠമായത് ഹൃദയവിചാരങ്ങളെ നിയോഗിച്ചറിയുവാൻ ഹൃദയാന്തർഭാഗത്തേക്ക് ചൂഴ്ന്നിറങ്ങുന്നതുമാണ്. എല്ലാ കാര്യങ്ങളും അവിടുത്തെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്നു. ആർക്കും അവിടുത്തെ എതിർത്ത് നിൽക്കാൻ സാധ്യമല്ല. മൂന്നാമത്തെ സ്വഭാവ ഗുണം സ്നേഹവും കരുണയുമാണ്. ഏറ്റവും വലിയ ഗുണവും സ്നേഹവും കരുണയുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് സൃഷ്ടാവിൻ്റെയും സൃഷ്ടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഈ നിസ്സീമമായ സ്നേഹവും അഗാധമായ കരുണയുമാണ് വചനത്തിൻ്റെ മനുഷ്യാവതാര കർമ്മത്തിലും മനുഷ്യകുലത്തിൻ്റെ രക്ഷാകര പ്രവൃത്തിയിലും പ്രകടമായത്. ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നിയത് ഈ സ്വഭാവ വിശേഷണമാണ്. ഇന്ന് മറ്റൊരു സിസ്റ്ററിൻ്റെ മുറി ഞാൻ ശുചിയാക്കുകയാണ്. വളരെ സൂക്ഷ്മതയോടെയാണ് ഞാൻ വൃത്തിയാക്കുന്നതെങ്കിലും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൾ എന്നെ പിന്തുടർന്നു. ഇവിടെ പൊടിയുടെ ഒരു തരി നീ വിട്ടുപോയി, നിലത്തൊരു പാണ്ട്. അവളുടെ താല്പര്യമനുസരിച്ച് അവളെ തൃപ്തിപ്പെടുത്താൻ ഓരോ സ്ഥലവും ഞാൻ 1 ഡസൻ പ്രാവശ്യത്തിലധികം വൃത്തിയാക്കി. ജോലിയല്ല എന്നെ തളർത്തിയത്, ഇപ്രകാരമുള്ള സംസാരവും അമിതമായ ആവശ്യങ്ങളുമാണ്. ദിവസം മുഴുവനുമുള്ള എൻ്റെ വേദസാക്ഷിത്വം പോരാഞ്ഞ് മഠാധിപതിയോട് പരാതിപ്പെടുകയും ചെയ്തു. മദർ ചുറുചുറുക്കോടെ ജോലി ചെയ്യാൻ അറിവില്ലാത്ത ഈ അലസ്യയായ സിസ്റ്റർ ആരാണ്? പിറ്റേ ദിവസം ഒരു ന്യായീകരണവും കൂടാതെ അതേ ജോലി തന്നെ ഞാൻ ചെയ്തു. അവർ എന്നെ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈശോയെ, ഒരാൾക്ക് നിശബ്ദ രക്തസാക്ഷിയാകാൻ പറ്റും, ജോലിയല്ല. ഇത്തരത്തിലുള്ള രക്തസാക്ഷിത്വമാണ് എന്നെ ക്ഷീണിതയാക്കുന്നത്. ചില ആളുകൾക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ള പ്രത്യേക കഴിവുണ്ടെന്ന് ഞാൻ കരുതുന്നു. അവർക്ക് പറ്റുന്ന പോലെയെല്ലാം അവർ ശ്രമിക്കും. അവരുടെ കയ്യിൽ അകപ്പെടുന്ന പാവപ്പെട്ട ആത്മാവിന് ഒന്നും ശരിയായി ചെയ്യാനും പറ്റുകയില്ല. ഏറ്റവും ശ്രമകരമായ പരിശ്രമം പോലും ഏറ്റവും വിദ്വേഷത്തോടു കൂടി വിമർശിക്കപ്പെടുന്നു.